എല്ലാവർക്കും നമസ്തേ. ഇന്നലത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. അതായത് ആലപ്പുഴയിൽ നടന്ന CPI സംസ്ഥാന സമ്മേളനത്തിൽ ഒരു സെമിനാർ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിരുന്നു. അതിനകത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഭരണഘടനാ വിരുദ്ധതയ്ക്ക് ജനപിന്തുണ കിട്ടില്ലെന്ന് കണ്ടാൽ കുതന്ത്രങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ജുഡീഷ്യറിയെയും വരെ കൈവശപ്പെടുത്താനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. കേരളത്തിൽ നിന്ന് BJPക്ക് നൽകുന്ന ഓരോ വോട്ടും കേരളത്തിൻ്റെ തനിമ തകർക്കും. ഓണം പോലും അവർ മാറ്റിക്കളയും. അത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പത്രങ്ങളിൽ വന്നതാണ്. എന്താണ് കേരളത്തിൻ്റെ തനിമ? ഈ CPM കൊണ്ടുവന്ന ആ ഒരു നിലപാടോ നടപടികളോ ആണോ കേരളത്തിൻ്റെ തനിമ? അതായത് ഇതിന് മുൻകാലങ്ങളിലൊക്കെ CPM ഭരണം വരുന്നതിന് മുമ്പൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരു തൊഴിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച് ടെസ്റ്റ് എഴുതി മറ്റുള്ളവരുമായിട്ട് മത്സരിച്ച് അതിനകത്തിൽ വിജയിച്ച് വന്ന് വേണമായിരുന്നു ഒരു തൊഴിൽ നേടാൻ നമ്മൾക്ക് കഴിയുന്നത്. അതേപോലെ തന്നെ ഡിഗ്രി പാസ്സായെങ്കിൽ മാത്രമേ കേരളത്തിൽ മുൻകാലങ്ങളിൽ PG പഠിക്കാൻ നമുക്ക് കഴിയത്തുള്ളായിരുന്നു, മാസ്റ്റേഴ്സ് ഡിഗ്രി ലഭിക്കുകയുള്ളായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ CPMൻ്റെ പിണറായി വിജയൻ ഭരണം ഏറിയതിന് ശേഷം എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നമ്മളെല്ലാം പത്രങ്ങളിൽ കണ്ടതാണ്. SFI നേതാവിൻ്റെ, അതായത് SFI എന്ന് പറയുന്നത് CPMൻ്റെ പോഷക സംഘടന, SFI നേതാവിൻ്റെ വീട്ടിൽ നിന്നും PSCയുടെ ഉത്തരക്കടലാസുകൾ കണ്ടെത്തി. ഒരുപാട് SFI നേതാക്കൾ, CPM നേതാക്കൾ തൊഴിൽ നേടിയത് വീട്ടിലിരുന്ന് PSC പരീക്ഷയുടെ ഉത്തരക്കടലാസ് നേരത്തെ അവർക്ക് എത്തിച്ചു കൊടുക്കുക, ചോദ്യങ്ങൾ നേരത്തെ എത്തിച്ചു കൊടുക്കുക, വീട്ടിലിരുന്ന് അതെല്ലാം പരീക്ഷ എഴുതി അവർ പാസ്സാകുക. അങ്ങനെ ഈ വന്ന റാങ്ക് ലിസ്റ്റ് വലിയ പ്രശ്നങ്ങളായപ്പോൾ CPM അതിനെ പരമാവധി എതിർത്തെങ്കിലും പ്രശ്നം രൂക്ഷമാകും എന്ന് കണ്ടപ്പോൾ ആ ഒരു പോലീസിൻ്റെ ടെസ്റ്റ്, കോൺസ്റ്റബിൾമാരുടെ ടെസ്റ്റ് വരെ അത് റദ്ദ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഭരിച്ച സമയത്ത്. ഇതൊക്കെ ആണോ കേരളത്തിൻ്റെ തനിമ? അതേപോലെ തന്നെ ഒരു SFI നേതാവ് ഡിഗ്രിക്ക് പാസ്സാകാതെ പോസ്റ്റ് ഗ്രാജുവേഷന്, അതായത് മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് അഡ്മിഷൻ നേടി കോളേജിൽ പഠനം തുടർന്നു. ഇതൊക്കെയാണോ നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന കേരളത്തിൻ്റെ തനിമ? അതേപോലെ തന്നെ ഇപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ജാതീയത കൊടികുത്തി വാണിരുന്നു. വളരെ പ്രശ്നങ്ങളായിരുന്നു. ജാതീയമായിട്ടുള്ള അയിത്തം വളരെ ശക്തമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതിനെയൊക്കെ വൈകുണ്ഠസ്വാമി, നമ്മുടെ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി, ഇതുപോലുള്ളവരെല്ലാം സമരം ചെയ്ത്, മന്നത്ത് പത്മനാഭൻ, ഇതുപോലുള്ളവരുടെ എല്ലാ സമരങ്ങളിൽ കൂടി അയിത്തം എന്ന് പറയുന്ന ആ ഒരു ദുരാചാരം നമ്മുടെ കേരളത്തിൽ ഇല്ലാതായി. അതിനുശേഷം എല്ലാ ജനങ്ങളും വളരെ സന്തോഷമായിട്ടും സമത്വവും ഒക്കെ ആയിട്ട് ജീവിച്ചു വന്നിരുന്ന കേരളത്തിൽ ഇപ്പോൾ ഇവരുടെ ഭരണം വന്ന് ഇവർ ശക്തമായതിനു ശേഷം എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ എത്രയോ കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇവർ സവർണ വിഭാഗം എന്ന് പറയുന്ന നിരവധി ആൾക്കാരെ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ വ്യാജ കേസുകളിൽ കുടുക്കി ഉപദ്രവിക്കുന്ന കാര്യം, ദ്രോഹിക്കുന്ന കാര്യം. അതായത് ആരോടെങ്കിലും ഒരു വിരോധം തോന്നിയാൽ ഉടനെ അവനെതിരെ കേസ് കൊടുക്കുക, എന്നെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ്. നമ്മൾ അടുത്ത കാലത്ത് കണ്ടാണ് ഒരു CPMൻ്റെ ഒരു MLA ശ്രീനിജൻ ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാണിച്ച ഉത്തരവാദിത്വമില്ലായ്മയ്ക്കെതിരെ അദ്ദേഹത്തിനെതിരെ ഒരു വാർത്തയാണ് ഷാജൻ സ്കറിയ
ചെയ്തത്. അതിനെതിരെ ഈ ശ്രീനിജൻ ചെയ്തത് എന്താണ്? തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു. ഉടൻ പിണറായിയുടെ പോലീസ് ആ കേസിൽ ഷാജനെ അറസ്റ്റ് ചെയ്യാൻ ഉള്ള നടപടികൾ സ്വീകരിക്കുകയും അതിനെതിരെ കോടതിയിൽ പോയി ഉത്തരവ് വാങ്ങിയാണ് ആ അറസ്റ്റ് ഒഴിവാക്കിയത്. ഷാജൻ സ്കറിയ അദ്ദേഹത്തെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചില്ല. അദ്ദേഹം കാണിച്ച ഉത്തരവാദിത്വമില്ലായ്മ വാർത്തയിലൂടെ പൊതുജനങ്ങളുടെ മുന്നിലെത്തിച്ചു. അത് CPM-നും CPM MLA-ക്കും അത് ഇഷ്ടപ്പെടാതിരുന്നപ്പോൾ കാണിച്ച പരിപാടിയാണ് ജാതീയമായി തന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ശ്രീനിജനെതിരെ ശ്രീനിജൻ ഷാജൻ സ്കറിയക്കെതിരെ കേസ് കൊടുത്തത്. അപ്പോൾ CPM-ന്റെ ഈ ഭരണം വന്നതോടുകൂടി ആർക്കെതിരെയും അവർക്കിഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുക്കാം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുകയും അതിനെക്കുറിച്ച് ഒരു അന്വേഷണം പോലും നടത്താതെ ഈ തങ്ങൾക്കിഷ്ടമില്ലാത്തവർക്ക് എതിരെ അവരെ പിടിച്ചകത്തിടാനുള്ള നടപടികളുമാണ് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും കേരളത്തിൻ്റെ തനിമയാണോ? പിന്നെ അദ്ദേഹം പറയുന്നു ഓണത്തിൻ്റെ കാര്യം. ഓണത്തിൻ്റെ നിൽക്കട്ടെ, ഈ മുഖ്യമന്ത്രിക്കെതിരെ ഒരു പ്രതിഷേധം നടത്തിയാൽ അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ ദേഹോപദ്രവം ഏൽപ്പിക്കുക, അവരെ അതിക്രൂരമായി മർദ്ദിച്ച് അവശരാക്കുക, അവരെ ജീവഹാനി വരുന്ന തരത്തിൽ അവരെ ഉപദ്രവിക്കുക, അത് ആരാണ് ചെയ്യുന്നത്? ഒന്നുകിൽ പോലീസ്, അല്ലെന്നുണ്ടെങ്കിൽ CPM-കാർ, അവരുടെ പോഷക സംഘടനകൾ, ഇവയൊക്കെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ നവകേരള യാത്ര മുഖ്യമന്ത്രി നടത്തിയപ്പോൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ നടപടികളിൽ പ്രതിഷേധിച്ച് കരിങ്കൊടി കാട്ടി തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചവരെ അതിക്രൂരമായി ഹെൽമറ്റ് വെച്ചും ചെടിച്ചട്ടി വെച്ചും തലയടിച്ച് പൊട്ടിച്ച് അവരെ പരിക്കേൽപ്പിച്ചത് നമ്മൾ വളരെയേറെ കണ്ടു. ഇത് കേരളത്തിൻ്റെ തനിമയാണോ? ഇതിനു മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് രാജൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ, കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു, പോലീസുകാർ കൊണ്ടുപോയി അവരുടെ ക്യാമ്പിൽ കൊണ്ടുപോയി, കക്കയം ക്യാമ്പിൽ കൊണ്ടുപോയി ഉരുട്ടിക്കൊന്നു. അതിനെതിരെ പ്രതിഷേധമുണ്ടായപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കരുണാകരൻ രാജിവെച്ചൊഴിയുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ നിരവധി പോലീസ് കസ്റ്റഡി മരണങ്ങൾ ഉണ്ടായി. പോലീസുകാർ അതിക്രൂരമായി പ്രതിപക്ഷത്തുള്ള ആൾക്കാരെ അടിച്ച് അവരുടെ ചെകിട് വരെ പൊട്ടിക്കുന്ന സംഭവങ്ങളുണ്ടായി. അവർക്ക് നിത്യരോഗികളാക്കി മാറ്റിയ സംഭവങ്ങളുണ്ടായി. എന്നിട്ട് ആ പോലീസുകാർക്കെതിരെ ഒരക്ഷരം പറയാൻ തയ്യാറാകുക പോലും ചെയ്യാതെ മുഖ്യമന്ത്രി ആ ആഭ്യന്തരമന്ത്രി പദവി കൂടി വഹിച്ചുകൊണ്ടിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി പദത്തിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറാകാതെ, ഒരഭിപ്രായം പോലും പറയാതെ, പോലീസുകാരെ പോലും കുറ്റപ്പെടുത്താതെ ഉള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇതും കേരളത്തിൻ്റെ തനിമയാണോ? പിന്നെ ഓണത്തിൻ്റെ കാര്യം, ഓണത്തിൻ്റെ ആ ഒരു ഇത് മാറ്റിമറിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം എന്താണ് ഓണത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഓണം എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിലുള്ള, അല്ലെ കമ്മ്യൂണിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉത്സവമാണോ? അല്ലേ അല്ല. നമ്മുടെ മഹാബലി ചക്രവർത്തി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു? അല്ല. ഓണം തീർച്ചയായും ഹൈന്ദവ പാരമ്പര്യത്തിലുള്ള ഒരു ആഘോഷം തന്നെയാണ്. മഹാഭാരതത്തിലാണ് മഹാബലിയെക്കുറിച്ചും വാമനനെക്കുറിച്ചും എല്ലാം പ്രതിപാദിച്ചിട്ടുള്ളത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂലധനം എന്ന ഒരു കൃതിയിലോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും നേതാക്കൾ എഴുതിയ കൃതിയിലോ അല്ല ഓണത്തെക്കുറിച്ചുള്ളത്. അത് മഹാഭാരതമല്ല, ഭാഗവതത്തിൻ്റെ ഒരു ഭാഗത്തുള്ളതാണ് ഈ ഓണത്തെക്കുറിച്ചുള്ളത്. മഹാബലിയെക്കുറിച്ചും അദ്ദേഹത്തെ
സുതലം എന്ന ഒരു സ്വർഗത്തേക്കാൾ അല്ലെങ്കിൽ ഇന്ദ്രലോകത്തേക്കാൾ അതിമഹത്തായ ഒരു അവസ്ഥ സൃഷ്ടിച്ച് മഹാബലി തമ്പുരാനെ വാമനൻ, അതായത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ ഈ സുതലത്തിലേക്ക് മഹാബലിയെ പറഞ്ഞയച്ച് അവിടെ വാമനൻ സ്വയം ഈ മഹാബലിയുടെ കാവലാളായി നിലകൊള്ളുന്നത് എന്നത് നമ്മൾ വായിച്ചിട്ടുള്ളതും നമ്മൾക്കറിയാവുന്നതും. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിൻ്റെ തനിമ എങ്ങനെയാണ് ഈ BJP മാറ്റിമറിക്കുക? ആ കഥ BJP മാറ്റി ഇത് CPM-ൻ്റെ ആധികാരിക പ്രമാണ ഗ്രന്ഥമായ ദാസ് ക്യാപിറ്റലിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ മൂലധനത്തിൻ്റെ ഭാഗമായി മാറ്റാൻ CPM-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കണം. അവരുടെ ഈ ശ്രമം, ഈ മഹാബലി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു എന്നവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല, ഇത് ഭാഗവതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ അത് കേരളത്തിൻ്റെ തനിമ ഇല്ലാതാക്കുന്ന സംഭവമാണോ? അല്ലേ അല്ല. ഇതൊന്നുമല്ല ഈ കേരളത്തിൻ്റെ തനിമ മാറ്റുന്നത്. നമുക്ക് തന്നെ അറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ. BJP-യുടെ അധികാരം ഭാരതത്തിൻ്റെ കയ്യിൽ ലഭിക്കുന്നതിന് മുമ്പ് വരെ നമ്മുടെ ഭാരതത്തിൻ്റെ അവസ്ഥ ലോക രാഷ്ട്രങ്ങൾക്ക് മുൻപിൽ എന്തായിരുന്നു? സൈനികമായിട്ട് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? ഇന്നത് മാറി. ലോകത്തിൽ തന്നെ എല്ലാ രാഷ്ട്രങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറി നമ്മുടെ ഭാരതം. അത് BJP-യുടെ ഭരണത്തിൽ, നരേന്ദ്രമോദിയുടെ ഭരണത്തിലാണ് ഭാരതത്തിന് ഇങ്ങനെ ഒരു മാറ്റമുണ്ടായത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ തന്നെ എടുത്തു നോക്കുക. മധ്യപ്രദേശ് ആകട്ടെ, മഹാരാഷ്ട്ര ആകട്ടെ, ഹരിയാന ആകട്ടെ, ഹിമാചൽ പ്രദേശ് ആകട്ടെ, ഏതൊരു സംസ്ഥാനത്തിൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ സാമ്പത്തികമായി ലോകത്തെ പല രാജ്യങ്ങളെക്കാട്ടിലും വളരെയധികം ഉയരത്തിലെത്തി നമ്മുടെ ഈ സംസ്ഥാനങ്ങൾ BJP-യുടെ ഭരണത്തിൽ. ഇതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ധൈര്യമായിട്ട് എല്ലാവർക്കും വന്ന് നമ്മളെ ആക്രമിക്കാമായിരുന്നു. ചൈനയ്ക്കും പാകിസ്ഥാനും എല്ലാം അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ BJP ഭരണത്തിലേറിയതോടുകൂടി ഈ രാജ്യങ്ങളുടെയൊക്കെ ആ ഒരു ചിന്ത മാറി ഭാരതത്തിനെ ഭയപ്പെട്ടു തുടങ്ങി. ലോകരാഷ്ട്രങ്ങൾ മൊത്തം ഭാരതം എന്തു പറയുന്നു എന്ന് കാതോർത്തിരിക്കുന്ന അവസ്ഥയുണ്ടായി. അത് BJP അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. കേരളത്തിൻ്റെ അവസ്ഥയോ? കേരളം ഓരോ ദിവസത്തെ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കേണ്ട അവസ്ഥ. കടമെടുത്തിട്ട് കൂടി നമ്മുടെ പല കാര്യങ്ങളും നടത്താൻ പറ്റാത്ത, ജനങ്ങൾക്കുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കേരളം കൂപ്പുകുത്തി. CPM-ൻ്റെ ഭരണം കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള CPM-ൻ്റെ ഭരണത്തിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായത്. ഇതാണോ കേരളത്തിൻ്റെ തനിമ? അല്ലേ അല്ല. മുഖ്യമന്ത്രി പറയുന്നതൊന്നുമല്ല കേരളത്തിൻ്റെ തനിമ. അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം നമ്മളുടെ തനിമ എന്താണെന്നും നമ്മളെ ഏത് രീതിയിലാണ് BJP അധികാരത്തിൽ വന്നാൽ മാറ്റിമറിക്കുന്നതെന്ന് ഉള്ള കാര്യം. ഭാരതത്തിൻ്റെ ആ അവസ്ഥയിൽ നിന്നും BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ ആ അവസ്ഥയിൽ നിന്നും ജനങ്ങൾ നന്നായി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി മറന്നുകൊണ്ടല്ല, അദ്ദേഹം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. പിന്നെ ഒരു കാര്യം കൊണ്ട് കേരളത്തിൻ്റെ തനിമയെക്കുറിച്ച്, മുൻകാലങ്ങളിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് ഉള്ള മുഖ്യമന്ത്രിമാരുടെ കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിമാരുടെ യാത്ര എങ്ങനെയായിരുന്നു? കൂടി വന്നാൽ മുന്നിൽ 1-2 പോലീസുകാരുടെ വാഹനം ഇങ്ങനെ അകമ്പടിയായിട്ട് പോകുമായിരുന്നു. പുറകിൽ ചിലപ്പോൾ ഒരു പോലീസ് വാഹനം കാണുമായിരുന്നു. പക്ഷേ ഇന്നോ
മുന്നിൽ 20 വണ്ടി, പിന്നിൽ 20 വണ്ടി പോലീസ് എസ്കോർട്ട്, കൂടാതെ ആംബുലൻസുകൾ, ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ, ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന് 10-40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. കാരണം ജനങ്ങളെ ഭയമാണ് അദ്ദേഹത്തിന്. പണ്ട് എങ്ങനെയായിരുന്നു? ഇതാണോ കേരളത്തിൻ്റെ തനിമ? പണ്ട് കേരളത്തിലെ ജനങ്ങളെ മുഖ്യമന്ത്രിമാർക്ക് ഭയമില്ലായിരുന്നു. അവർക്ക് മുഖ്യമന്ത്രിയോട് എന്തൊരു കാര്യവും ആവശ്യപ്പെടാവുന്ന ഒരു സാഹചര്യമായിരുന്നു കേരളത്തിൽ മുമ്പുണ്ടായിരുന്നത്. ഇന്നതും മാറി. അപ്പം ഇപ്പോഴത്തെ സാഹചര്യമാണോ കേരളത്തിൻ്റെ തനിമ എന്ന് പറയുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നിഷേധിക്കുന്നതാണോ കേരളത്തിൻ്റെ തനിമ എന്ന് പറയുന്നത്? അല്ലേ അല്ല. മുഖ്യമന്ത്രി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുകയില്ല എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. മുൻപ് കാലങ്ങളിൽ കേരളത്തിൽ എങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരുന്നതെന്നും ഇപ്പോൾ എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ തനിമ എന്താണെന്ന് മുഖ്യമന്ത്രി ജനങ്ങളെ പഠിപ്പിച്ചാലും ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.